നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് നമ്മുടെ 2024 ജനുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ് നോക്കുന്നത്. ഒന്നാമത്തത് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് കേട്ടോ. അരവിന്ദ് പനഗിരി 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ഡോക്ടർ അരവിന്ദ് പനഗിരി. ഇദ്ദേഹമായിരുന്നു നീതി ആയോഗ് നിലവിൽ വന്നിട്ട് അതിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാനായ വ്യക്തി കൂടിയാണ് ആര്? ഡോക്ടർ അരവിന്ദ് പനഗിരി. അപ്പോൾ 16ാം ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ്. അദ്ദേഹം തന്നെയായിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നതും. ഇനി എന്താ ഈ ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ നമ്മുടെ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശകൾ നൽകുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഏത്? ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിഹിതങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് ശുപാർശ നൽകുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഏത്? നമ്മുടെ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. ധനകാര്യ കമ്മീഷന്റെ ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 280 കേട്ടോ. 280ാമത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് ധനകാര്യ കമ്മീഷൻ നിയമിതമാകുന്നത്. ഇനി 15ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ NK സിംഗ് ആയിരുന്നു. NK സിംഗ് നിലവിൽ 16ാം ധനകാര്യ കമ്മീഷനാണ്. അതിന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗിരി. തൊട്ടു മുമ്പ് 15ാം ധനകാര്യ കമ്മീഷൻ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ NK സിംഗുമായിരുന്നു. ഇനി സ്മാർട്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ 2024 ജനുവരി 1 2024 ജനുവരി 1 സ്മാർട്ട് സ്മാർട്ട്. ഈ സ്മാർട്ട് എന്തിനു വേണ്ടിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം വേണ്ടിയിട്ട് ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇത് സ്മാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സ്പാൻഷൻ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് സ്മാർട്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ഒരു ആപ്ലിക്കേഷനാണ് ഇത് സ്മാർട്ട് എന്ന് പറയുന്നത്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 2024 ജനുവരി 1. എന്നാൽ ഇതിൻ്റെ ആപ്പ് ഉദ്ഘാടനം ചെയ്ത ആരാന്ന് ചോദിച്ചാൽ പി രാജീവാണ് കേട്ടോ. പി രാജീവാണ് ആപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിലവിലെ വ്യവസായ മന്ത്രിയാണ് ആര്? പി രാജീവ് അല്ലേ. സ്മാർട്ടിൻ്റെ ആപ്പ് ഉദ്ഘാടനം ചെയ്തത് പി രാജീവാണ്. എന്നാൽ നമ്മുടെ ഈ പദ്ധതി സ്മാർട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്ത ആരാന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഡേറ്റ് ഓർത്ത് നോക്കുക 2024 ജനുവരി 1. അതുപോലെ സ്മാർട്ടിൻ്റെ ഫുൾ ഫോം എന്താ? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലേ. നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ? ഒന്ന് കമൻറ്റ് ചെയ്യണം അറിയുന്ന ആൾക്കാർ. ഇനി അടുത്തത് ISRO പുതുവർഷത്തിന് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് അല്ലെങ്കിൽ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ് കേട്ടോ. ISRO പുതുവർഷത്തിന് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഇത് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. 2024 ജനുവരി 1 സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത് എക്സ്പോസാറ്റ് വിക്ഷേപിക്കുന്നത്. ഇനി വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ PSLV-C 58 ആണ് കേട്ടോ. PSLV-C 58 ആണ് എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. PSLVയുടെ ഒരു 60ാമത്തെ ദൗത്യമായിരുന്നു കേട്ടോ. 60ാമത്തെ ദൗത്യമാണ് PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ PSLV-C 58 ആണ്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഓർത്തു നോക്കുക. VSAT ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ നമ്മുടെ എക്സ്പോസാറ്റിൽ കേട്ടോ. അപ്പം എക്സ്പോസാറ്റിലെ PSLV-C 58 അപ്പം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും ഇതിൽ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഈ VSATൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് പൂർണ്ണമായിട്ടും വനിതകളുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ഇത് VSAT എന്ന് പറയുന്നത് കേട്ടോ. VSATൻ്റെ പ്രത്യേകത എന്താ? രാജ്യത്ത് പൂർണ്ണമായിട്ടും വനിതകളുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ഇത് VSAT എന്ന്
എന്ന് പറയുന്നത്. അപ്പോൾ 2024 ജനുവരി 1 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചതാണ് ഇത് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ PSLV-C 58 ആണ്. ഇതേ വാഹനത്തിൽ തന്നെ എന്തുകൂടി ഉണ്ടായിരുന്നു, VSAT എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം ഉണ്ടായിരുന്നു. കൂടാതെ ഒരു 10 ചെറു ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. VSATന്റെ പ്രത്യേകത എന്താ, രാജ്യത്ത് പൂർണ്ണമായിട്ടും വനിതകളുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ഇത് VSAT എന്ന് പറയുന്നത്. എവിടുത്തെ വിദ്യാർത്ഥിനികളാണ് വികസിപ്പിച്ചത്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് VSAT വികസിപ്പിച്ചത്. ഇനി ബ്രിക്സിലെ നിലവിലെ അംഗരാജ്യങ്ങൾ എത്രയാണെന്നുണ്ടെങ്കിൽ 10 ആണ് കേട്ടോ. ഇതുവരെ 5 ആയിരുന്നു ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ. 2024 ജനുവരി മുതൽ ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 10 ആണ് കേട്ടോ. 2006 ബ്രിക്ക്, അതായത് 2006 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു ബ്രിക്ക് എന്ന് പറയുന്ന ഒരു സംഘം രൂപീകരിക്കുന്നത്. 2006 ഏതൊക്കെയാണ്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഈ രാജ്യങ്ങൾ ചേർന്നിട്ട് ബ്രിക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. 2010 അതിലേക്ക് ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നതോടെയാണ് എന്ത് ബ്രിക്സ് എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. അങ്ങനെയാണ് 5 അംഗരാജ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ 2006 ബ്രിക്ക് രൂപീകരിക്കുന്നത്. അന്ന് 4 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 2010 ബ്രിക്സ് ആയിട്ട് മാറുന്നത്. ആര് കൂടി ചേർന്നപ്പോൾ, സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്നപ്പോൾ ബ്രിക്സ് ആയിട്ട് മാറി. ഇപ്പോൾ നിലവിൽ 5 അംഗരാജ്യങ്ങളുടെ എന്തുണ്ട്, ബ്രിക്സിലേക്ക് വന്നിട്ടുണ്ട്. ഏതൊക്കെയാ, ഈജിപ്ത് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ഇറാൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്. അങ്ങനെ 5 രാജ്യങ്ങൾ, ഈജിപ്ത്, എത്യോപ്യ, ഇറാന്, സൗദി അറേബ്യ, UAE ഈ 5 രാജ്യങ്ങൾ കൂടി നമ്മൾ ബ്രിക്സിലേക്ക് വന്നപ്പോൾ നിലവിൽ 2024 ജനുവരിയിൽ ബ്രിക്സിലെ സ്ഥിരാംഗത്വം നേടിയ രാജ്യങ്ങൾ ഇവർ കൂടി വന്ന ശേഷം എത്രയാണെന്ന് ചോദിച്ചാൽ 10 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ട് ഏത് മാറി, ബ്രിക്സ് മാറിയിട്ടുണ്ട്. പേര് ഔദ്യോഗികമായിട്ടൊന്നും മാറിയതായിട്ട് അറിഞ്ഞിട്ടില്ല. നിലവിൽ ബ്രിക്സ് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പം ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ടോട്ടൽ 10 ബ്രിക്സ് എന്ന് പറയുന്നതിൽ B ബ്രസീൽ, R റഷ്യ, I ഇന്ത്യ, C ഫോർ ചൈന, S സൗത്ത് ആഫ്രിക്ക. നിലവിൽ പുതിയതായിട്ട് വന്ന 5 രാജ്യങ്ങളാണ് ഇതൊക്കെ. ഈജിപ്ത് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ഇറാൻ ഉണ്ട്, സൗദി ഉണ്ട്, UAE ഉണ്ട്. അപ്പം ബ്രിക്സിലെ നിലവിലെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 10 ആണ്. ഇനി 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ റഷ്യ ആയിരുന്നു കേട്ടോ. റഷ്യയിൽ വെച്ചാണ് 2024 ബ്രിക്സിന്റെ ഉച്ചകോടി നടന്നത്. 2023 നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജോഹന്നാസ്ബർഗിലാണ് കേട്ടോ. ജോഹന്നാസ്ബർഗിലാണ് 2023 നടന്നത്. 2024 ബ്രിക്സിന്റെ ഉച്ചകോടി നടന്നത് റഷ്യയിലാണ്. ഇനി ഇന്ത്യ മുഴുവൻ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് 2024 ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ആശയ വിനിമയ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് GSAT 20 ആണ് കേട്ടോ. GSAT 20 അല്ലെങ്കിൽ GSAT N2 ആണ്. GSAT 20 അല്ലെങ്കിൽ GSAT N2 ആണ്. ഇന്ത്യ മുഴുവൻ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് 2024 ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ആശയ വിനിമയ ഉപഗ്രഹമാണ് ഇത് GSAT 20 അല്ലെങ്കിൽ GSAT N2 എന്ന് പറയുന്നത്. ഇത് വിക്ഷേപിക്കുന്നത് ISROയുടെ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കേട്ടോ. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ GSAT 20 നിർമ്മിക്കുന്നത് കേട്ടോ. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് GSAT 20 നിർമ്മിക്കുന്നത്. എന്താ ഇതിന്റെ ലക്ഷ്യം? ഇന്ത്യ മുഴുവൻ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് GSAT 20 അല്ലെങ്കിൽ GSAT N2 വിക്ഷേപിക്കുന്നത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലായിരിക്കും ഇതിന്റെ വിക്ഷേപണം കേട്ടോ അറിയാൻ കഴിയുന്നത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 കേട്ടോ. നിർമ്മിക്കുന്നത് ആരാ? ISROയുടെ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം ഏതാ? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലാണ് ഇത് MV ലീല നോർഫോക്ക് കേട്ടോ. MV ലീല നോർഫോക്ക് 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലാണ് ഇത് MV ലീല നോർഫോക്ക്. ഇനി ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായിട്ടുള്ള INS ചെന്നൈ ആണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടത്. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായിട്ടുള്ള INS ചെന്നൈ ആണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടത്. ഇനി ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ വിഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് വെച്ചാൽ മാർക്കോസ് ആണ് കേട്ടോ. മാർക്കോസ് ഓർത്തുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ വിഭാഗമാണ് ഇത് മാർക്കോസ് എന്നറിയപ്പെടുന്നത്. ഇനി വിശാഖപട്ടണത്തെ INS
കരുണ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മാർക്കോസിന്റെ ഔദ്യോഗിക നാമം എന്താണെന്ന് ചോദിച്ചാൽ മറൈൻ കമാൻഡോ ഫോഴ്സ് എന്നാട്ടോ. മറൈൻ കമാൻഡോ ഫോഴ്സ് അല്ലെങ്കിൽ MCF എന്നാണ്. വിശാഖപട്ടണത്തെ INS കരുണ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മാർക്കോസിന്റെ ഔദ്യോഗിക നാമമാണിത് മറൈൻ കമാൻഡോ ഫോഴ്സ്. എന്താ മാർക്കോസ്? ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ വിഭാഗമാണ് ഇത് മാർക്കോസ് എന്ന് പറയുന്നത്. 2024 ജനുവരിയിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പൽ ഓർത്തുക MV ലീല നോർഫോക്ക്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമായിട്ടുള്ള മുംബൈ ട്രാൻസ് ലിങ്ക് അല്ലെങ്കിൽ അടൽ സേതു ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 2024 ജനുവരി 12-നാണ് കേട്ടോ. 2024 ജനുവരി 12-ന് ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? മുംബൈ ട്രാൻസ് ലിങ്ക് ആണ് കേട്ടോ. മുംബൈ ട്രാൻസ് ലിങ്ക് അല്ലെങ്കിൽ അടൽ സേതു പാലമാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 12-നാണ് നരേന്ദ്രമോദി. ഇനി മുംബൈയെയും അതുപോലെ നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 21.8 കിലോമീറ്റർ ആണ് കേട്ടോ. 21.8 കിലോമീറ്റർ ആണ്. ഇതിൽ കടലിന് മുകളിലൂടെ 16.5 കിലോമീറ്റർ ആട്ടോ ഉള്ളത്. 16.5 കിലോമീറ്റർ ഏതാ കടലിന് മുകളിലൂടെയാണ്. അതുപോലെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21.8 കിലോമീറ്റർ ആണ്. ഈ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നൽകിയ രാജ്യം ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ് ഈ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകിയത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? മുംബൈ ട്രാൻസ് ലിങ്ക് ആണ് അല്ലെങ്കിൽ അടൽ സേതു ആണ്. ഇത് ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് 2024 ജനുവരി 12. ഉദ്ഘാടനം ചെയ്തതാര? നരേന്ദ്രമോദിയാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 21.8 കിലോമീറ്റർ ആണ്. പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകിയ രാജ്യം ജപ്പാന്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭാ ആത്രേ കേട്ടോ. പ്രഭാ ആത്രേ 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് ആര്? പ്രഭാ ആത്രേ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കിരാന ഘരാന വഴിയുടെ ശക്തയായ വക്താവായിരുന്ന വ്യക്തിയാണ് ആര്? പ്രഭാ ആത്രേ. എന്താ പറഞ്ഞത്? ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കിരാന ഘരാന വഴിയിലൂടെ ശക്തയായ വക്താവായിരുന്നു ആര്? പ്രഭാ ആത്രേ. 1990 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2002 പത്മഭൂഷണും അതുപോലെ 2022 പത്മവിഭൂഷണം നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റ് ഓർത്തുക. പത്മവിഭൂഷൺ കിട്ടി ഓർത്തുക. 2022 പത്മവിഭൂഷൺ ലഭിച്ചത്. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കിരാന ഘരാന വഴിയുടെ ശക്തയായ വക്താവാണ് ആര്? പ്രഭാ ആത്രേ എന്ന് പറയുന്നത്. 2024 ജനുവരിയിലാണ് അന്തരിക്കുന്നത്. എന്താ പ്രത്യേകത? ഹിന്ദുസ്ഥാനി പ്രശസ്തമായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് ആര്? പ്രഭാ ആത്രേ എന്ന് പറയുന്നത്. ഇവരുടെ ആത്മകഥ എന്താണെന്ന് ചോദിച്ചാൽ സംഗീതത്തിന്റെ പാതയിലാണ് കേട്ടോ. സംഗീതത്തിന്റെ പാതയിൽ എന്നുള്ളതാണ് ഇവരുടെ ആത്മകഥ. പത്മവിഭൂഷൺ ലഭിച്ച വർഷം 2022, പത്മഭൂഷൺ ലഭിച്ചത് 2002, 1990 പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ഇനി ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30 അല്ലെ? ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം ദേശീയമാണെങ്കിൽ ജനുവരി 30. അങ്ങനെയാണെങ്കിൽ ലോക കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്ന അത് ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ആയിരിക്കും. ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ലോക കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കുഷ്ഠരോഗ ദിനം ജനുവരി 30. ലോക കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഇനി കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ 2024 കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ എന്താണെന്ന് ചോദിച്ചാൽ സ്പർശ് 2024 കേട്ടോ. സ്പർശ് 2024 കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ 2024 സ്പർശ് 2024. ഇനി 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ അത് കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക. ബീറ്റ് ദി ലെപ്രസി എന്നുള്ളതാണ്. കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയമാണിത്. ബീറ്റ് ദി ലെപ്രസി. കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഇത്. സ്പർശ് 2024. അപ്പോൾ ലോക കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ദേശീയ കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30. ഇനി എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കാർട്ടർ
കാർട്ടൻ ഡാലസ് ആണ് കേട്ടോ. കാർട്ടൻ ഡാലസ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? കാർട്ടർ ഡാലസ്. കാറ് പിടിച്ചിട്ടല്ലേ ഇവിടുത്തെ എവറസ്റ്റിലേക്ക് പോയി ഓർത്തു. കാർട്ടർ ഡാലസ് എത്ര വയസ്സാണുള്ളത്? വെറും 2 വയസ്സേ ഉള്ളൂ കേട്ടോ. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? കാർട്ടർ ഡാലസ്. എത്ര വയസ്സാ? 2 വയസ്സ്. ഇനി ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയതിന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻ ഖാൻ കേട്ടോ. ഇമ്രാൻ ഖാന് ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയതിന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇമ്രാൻ ഖാൻ എന്ന് പറയുന്നത്. നിലവില് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആരാ അറിയോ? നിലവില് ഷഹബാസ് ഷെരീഫാണ് കേട്ടോ. ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ നിലവിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയതിന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇമ്രാൻ ഖാൻ. നിലവിലാര? ഷഹബാസ് ഷെരീഫ്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷനാണ് നമ്മളെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് 2023 മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തത്. ഇനി ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തുവിട്ട 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 93 ആണ് കേട്ടോ. 93. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തുവിട്ട 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 93. ടോട്ടൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ തുടർച്ചയായിട്ട് 6ാം വർഷവും ഒന്നാമതെത്തിയ രാജ്യമാണ് ഡെൻമാർക്ക് കേട്ടോ. ഡെൻമാർക്ക് ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് നിലവിലേത്? ഡെൻമാർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ രാജ്യങ്ങൾ 180 രാജ്യങ്ങൾ എടുത്തിട്ട് അതിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഇത്, ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 93 കേട്ടോ. ഇനി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ടിപ്പ് വിജയകരമായിട്ട് ഘടിപ്പിച്ച ആദ്യത്തെ കമ്പനിയാണ് ന്യൂറാലിങ്ക് കേട്ടോ. ന്യൂറാലിങ്ക് മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ടിപ്പ് വിജയകരമായിട്ട് ഘടിപ്പിച്ച ആദ്യത്തെ കമ്പനിയാണ് ഇത്, ന്യൂറാലിങ്ക്. ഈ ന്യൂറാലിങ്കിന്റെ മേധാവി ആരാന്ന് വെച്ചാൽ എക്സിന്റെയൊക്കെ മേധാവി തന്നെയാണ് ഇലോൺ മസ്ക് കേട്ടോ. ഇലോൺ മസ്ക് ആണ് ന്യൂറാലിങ്ക് കമ്പനിയുടെ മേധാവി എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായിട്ട് ഘടിപ്പിച്ച ആദ്യത്തെ കമ്പനിയാണ് ഇത്, ഇലോൺ മസ്ക്. 2026 രാജ്യത്തെ 30 നഗരങ്ങളെ ഭിക്ഷാടന വിമുക്തമാക്കാനുള്ള കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളാണ് 1 തിരുവനന്തപുരവും 2 കോഴിക്കോടും. 2026 രാജ്യത്തെ 30 നഗരങ്ങളെ ഭിക്ഷാടന വിമുക്തമാക്കാനുള്ള കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട 2 നഗരങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് തിരുവനന്തപുരമാണ്, മറ്റൊന്ന് കോഴിക്കോടുമാണ്. ഇനി സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം കേട്ടോ. സ്നേഹഹസ്തം സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്, സ്നേഹഹസ്തം. ഇനി 2024 ജനുവരിയിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ ട്രായിയുടെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് അനിൽ കുമാർ ലഹോട്ടി കേട്ടോ. അനിൽ കുമാർ ലഹോട്ടി 2024 ജനുവരിയിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ ട്രായ് എന്ന് പറയില്ലേ, ട്രായിയുടെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? അനിൽ കുമാർ ലഹോട്ടി. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്ന ജില്ലയാണ് തൃശ്ശൂർ കേട്ടോ. തൃശ്ശൂർ കേന്ദ്ര സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്ന ജില്ലയാണ് ഇത്, തൃശ്ശൂർ ജില്ല. ഇനി ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് തൻസീബ്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഇത്, തൻസീബ്. അപ്പോൾ തൻസീബ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് എന്നെങ്ങനെ ചോദിക്കുക? അതെയാ, ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ളതാണ് ഇത് തൻസീബ് എന്ന് പറയുന്നത്. ഇനി 2024 ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ മലയാളിയാണ് കെ ഉണ്ണീരി കേട്ടോ. കെ ഉണ്ണീരി 2024 ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ മലയാളിയാണ് ആര്? കെ ഉണ്ണീരി. ഇനി ഓൺലൈൻ ഡാറ്റാബേസ് ആയ
നമ്പിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് അബുദാബിയാണ് കേട്ടോ. അബുദാബി ഓൺലൈൻ ഡാറ്റാബേസ് കമ്പനിയായ നമ്പിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ നഗരമാണേത് അബുദാബി. ഇനി സംസ്ഥാനത്ത് ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ കോന്നി ഇക്കോ ടൂറിസത്താണ് കേട്ടോ. കോന്നി ഇക്കോ ടൂറിസം പദ്ധതിയിലാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ തുളസി വനം പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ തുളസി വനം പദ്ധതി ആരംഭിച്ചത് എവിടെയാ? കോന്നി ഇക്കോ ടൂറിസത്തിലാണ്. 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത KM മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ കേട്ടോ. ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. ആരതാ? KM മാണിയുടെ കേട്ടോ. 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത KM മാണിയുടെ ആത്മകഥയാണ് ഏത്? ആത്മകഥ. ഇനി 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഒഡീഷയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിതയാണ് AB ശില്പ IPS. AB ശില്പ IPS. 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഒഡീഷയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിതയാണ് ആര്? AB ശില്പ IPS. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യന സബലങ്കയാണ് കേട്ടോ. ആര്യന സബലങ്ക 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ വനിതാ സിംഗിൾസ് കേട്ടോ. വനിതാ സിംഗിൾസ് ആരാ? ആര്യന സബലേങ്ക. അങ്ങനെയാണെങ്കിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ഇന്ത്യൻ താരമായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണയും അതുപോലെ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള മാത്യു എബിഡനുമാണ് കേട്ടോ. മാത്യു എബിഡനുമാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയും മാത്യു എബിഡനുമാണ്. ഇനി 2024 ഇതിൽ പുരുഷ സിംഗിൾസ് ഓസ്ട്രേലിയൻ ഓപ്പണിലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നറാണ് കേട്ടോ. ഇറ്റലിക്കാരനായിട്ടുള്ള യാനിക് സിന്നറാണ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം. അപ്പം വനിതയാണെങ്കിൽ ആര്യന സബലങ്കയാണ്, പുരുഷനാണെങ്കിൽ യാനിക് സിന്നറുമാണ്. പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയും മാത്യു എബിഡനും അടങ്ങുന്ന സംഘവുമാണ്. ഇനി ICCയുടെ 2023 മികച്ച ഏകദിന ക്രിക്കറ്റ് താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ് കേട്ടോ. വിരാട് കോഹ്ലിയാണ് ICCയുടെ 2023 മികച്ച ഏകദിന ക്രിക്കറ്റ് താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട താരം വിരാട് കോഹ്ലിയാണ്. ഇനി 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ് 36ാമത് കേട്ടോ. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാ? കാസർഗോഡ്. 35 എവിടെയായിരുന്നു? 35 ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 35. 34 തിരുവനന്തപുരത്തായിരുന്നു. 34 തിരുവനന്തപുരം, 35 കുട്ടിക്കാനം ഇടുക്കി, 36 കാസർഗോഡുമാണ്. ഇനി കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയ ഗവർണറാണ് ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെ. ആരിഫ് മുഹമ്മദ് ഖാൻ 78 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയ ഗവർണറാണ് ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ. എത്ര മിനിറ്റാ? 70 മിനിറ്റില്ല, 78 സെക്കൻഡ് അല്ലെ. 1 മിനിറ്റും 18 സെക്കൻഡ് അല്ലെ. 1 മിനിറ്റും 18 സെക്കൻഡ് മാത്രമാണ് അദ്ദേഹം ചെയ്തത് നയപ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയ ഗവർണറാണ് ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ. എത്രയാ? 78 സെക്കൻഡ്. ഇദ്ദേഹത്തിന്റെ ജന്മദേശം ഉത്തർപ്രദേശാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെയാ? കമ്മിങ് ഫ്രം ഉത്തർപ്രദേശാണ്. ഇനി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. ഛത്തീസ്ഗഡ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭയാണിത്. ഛത്തീസ്ഗഡ്. 21% കേട്ടോ. ആകെ അംഗങ്ങളുടെ 21% വനിതകളാണ്. ഇനി ഇന്ത്യയുടെ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വെക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ് കേട്ടോ. കയറ്റുമതിയിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. രണ്ടാമത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. രണ്ടാമത് മഹാരാഷ്ട്രയാണ്. ഒന്നാമത് ഏതാ? ഗുജറാത്താണ്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വെക്കുന്ന സംസ്ഥാനമാണിത് ഗുജറാത്ത്. രണ്ടാമത് മഹാരാഷ്ട്രയുമാണ്. 2024 ജനുവരി 26 നമ്മുടെ 75ാമത് റിപ്പബ്ലിക് ദിനമാണ് അല്ലെ. 75ാമത് റിപ്പബ്ലിക് ദിനമാണെന്ന് 2024 ജനുവരി 26 എന്ന് പറഞ്ഞ് ഇതിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. ഇമ്മാനുവൽ മാക്രോൺ അല്ലെ. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യ അതിഥി. പരേഡ് നടന്നത് എവിടെയാണ്? കർത്തവ്യപഥ് അല്ലെ. പരേഡ് നടക്കുന്നത് കർത്തവ്യപഥിലാണ്. പ്രമേയം 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ
പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത ഇന്ത്യ എന്നുള്ളതായിരുന്നു കേട്ടോ. 75ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത ഇന്ത്യ എന്നുള്ളതായിരുന്നു എന്ത് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പം മുഖ്യ അതിഥി ആരായിരുന്നു? ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. പ്രമേയം എന്താ? ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത ഇന്ത്യ എന്നുള്ളതാണ്. ഇനി 2024 പത്മ പുരസ്കാരങ്ങൾ ആകെ 132 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. പത്മ പുരസ്കാരങ്ങളിൽ ആകെ കൊടുത്തത് 132 ആളുകൾക്കാണ്. അതിൽ പത്മവിഭൂഷൺ 5 പേർക്ക് കേട്ടോ. പത്മവിഭൂഷൺ 5 പേർക്ക്. പത്മവിഭൂഷൺ ആണെങ്കിൽ അത് 17 പേർക്കും. പത്മശ്രീയാണ് 110 പേർക്ക്. അപ്പം ടോട്ടൽ പത്മപുരസ്കാരങ്ങൾ എത്രയാണ് കൊടുത്തത്? 132 പുരസ്കാരങ്ങളാണ് കൊടുത്തത്. അതിൽ പത്മവിഭൂഷൺ 5 പത്മഭൂഷൺ 17 പേർക്ക്, പത്മശ്രീ 10 പേർക്ക്. ഇതിൽ പത്മഭൂഷൺ ലഭിച്ച 2 മലയാളികളുണ്ട്. ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീവിയും അതുപോലെ ഒ രാജഗോപാലും കേട്ടോ. ഒ രാജഗോപാലിനും ഫാത്തിമ ബീവിക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? 2024 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ കിട്ടിയത് 6 മലയാളികൾക്ക് കേട്ടോ. 6 മലയാളികൾക്ക് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ഒന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായും അതുപോലെ പി ചിത്ര നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, സദനം ബാലകൃഷ്ണൻ, ഇ പി നാരായണൻ, സത്യനാരായണ ബാലേരി. ഇങ്ങനെ 6 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. പത്മഭൂഷൺ 2 പേർക്ക്, ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും അതേപോലെ ഒ രാജഗോപാലിനുമാണ്. ഇനി ഇന്ത്യ, UAE, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായിട്ട് നടത്തുന്ന വ്യോമ അഭ്യാസം അറിയപ്പെടുന്നതാണ് ഡെസേർട്ട് നൈറ്റ് കേട്ടോ. ഡെസേർട്ട് നൈറ്റ് ഇന്ത്യയും UAEയും ഫ്രാൻസും ഈ 3 രാജ്യങ്ങൾ തമ്മിൽ സംയുക്തമായിട്ട് നടത്തുന്ന വ്യോമാഭ്യാസമാണ് കേട്ടോ. വ്യോമാഭ്യാസമാണ് ഇത് ഡെസേർട്ട് നൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട്. സംസ്ഥാനത്തെ ആദ്യത്തെ നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്ന സ്ഥലമാണ് ഇവിടെ പാപ്പനംകോട്, തിരുവനന്തപുരം. ഇനി ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭിക്കാനായിട്ട് കേന്ദ്ര നിയമ മന്ത്രാലയം അവതരിപ്പിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് 14454. 14454. ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമ ഉപദേശം ലഭിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര നിയമ മന്ത്രാലയം അവതരിപ്പിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് ഇത് 14454. നിലവില് നിയമമന്ത്രി ആരാ? കേന്ദ്ര നിയമമന്ത്രി ആരാന്ന് വെച്ചാൽ ആരാ? അർജുൻ മേഘ്വാളാണ് കേട്ടോ. അർജുൻ മേഘ്വാളാണ് നിലവിലെ കേന്ദ്ര നിയമമന്ത്രി എന്ന് പറയുന്നത്. നിയമമന്ത്രാലയം അവതരിപ്പിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് 14454. ഇനി ജനുവരി 25 നമുക്കറിയാം ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏത്? ജനുവരി 25. ഈ വർഷത്തെ 2024 ജനുവരി 25 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ വോട്ട് ചെയ്യും ഉറപ്പായും. വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ വോട്ട് ചെയ്യും ഉറപ്പായും. ഇതാണ് ദേശീയ സമ്മതിദായക ദിനം 2024 ജനുവരി 25 പ്രമേയം എന്ന് പറയുന്നത്. ഇനി പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലമാണ് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ്, തിരുവനന്തപുരം. രാജ്യത്തെ ആദ്യത്തെ കായിക ഉച്ചകോടിക്ക്, പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ്, തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി എവിടെയാണ് വരുന്നത്? കൊച്ചിയിലാണ്. 2024 ജനുവരിയിൽ ഭാരതരത്ന ലഭിച്ച ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്
കർപ്പൂരി താക്കൂർ കേട്ടോ. കർപ്പൂരി താക്കൂർ 2024 ജനുവരിയിൽ ഭാരതരത്നം ലഭിച്ച ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് ആര്? കർപ്പൂരി താക്കൂർ. ഇദ്ദേഹം ജനനായകൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഭാരതരത്നം പ്രഖ്യാപിച്ചത്. അപ്പോൾ 2024 ഭാരതരത്നം ലഭിച്ച ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. ഇദ്ദേഹം ജനനായകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഭാരതരത്നം പ്രഖ്യാപിച്ചത്. ഇനി ചൊവ്വയിലെ ജലസാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സൗരോർജ്ജ വിമാനമാണ് മാഗി എന്ന് പറയുന്നത് കേട്ടോ. മാഗി എന്താ മാഗി? ചൊവ്വയിലെ ജലസാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സൗരോർജ്ജ വിമാനമാണ് ഇത് മാഗി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഏരിയൽ ആൻഡ് ഗ്രൗണ്ട് ഗ്ലോബൽ ഇന്റലിജന്റ് എക്സ്പ്ലോറർ. മാസ് ഏരിയൽ ആൻഡ് ഗ്രൗണ്ട് ഗ്ലോബൽ ഇന്റലിജന്റ് എക്സ്പ്ലോറർ. ചൊവ്വയിലെ ജലസാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സൗരോർജ്ജ വിമാനമാണിത് മാഗി എന്ന് പറയുന്നത്. ഇനി രാജ്യത്തെ 1 കോടി വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. രാജ്യത്തെ 1 കോടി വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. ഇനി രാജ്യത്തെ ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര ടെലികോം വകുപ്പിന്റെ ലൈസൻസ് ലഭിച്ച ആദ്യത്തെ കമ്പനി ഏതാ? സ്റ്റാർലിങ്ക് ആണ് കേട്ടോ. സ്റ്റാർലിങ്ക്. രാജ്യത്ത് ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര ടെലികോം വകുപ്പിന്റെ ലൈസൻസ് ലഭിച്ച ആദ്യത്തെ കമ്പനിയാണ് ഇത് സ്റ്റാർലിങ്ക്. ഇനി അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിരുന്ന 2024 ജനുവരി 22-നാണ് കേട്ടോ. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് 2024 ജനുവരി 22-ന് ആരായിരുന്നു? അതും നമ്മുടെ പ്രധാനമന്ത്രി തന്നെയായിരുന്നു അല്ലെ ഉദ്ഘാടനം ചെയ്തത്. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 22-നാണ്. ഇതിൻ്റെ മുഖ്യശില്പി, രാമക്ഷേത്രത്തിൻ്റെ മുഖ്യശില്പി ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രകാന്ത് സോംപുരയാണ് കേട്ടോ. ചന്ദ്രകാന്ത് സോംപുരയാണ് ഇതിൻ്റെ മുഖ്യശില്പി എന്ന് പറയുന്നത്. ഇനി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്ത രാം വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ രാംലല്ലയുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് അരുൺ യോഗിരാജ് കേട്ടോ. കർണാടക സ്വദേശിയായിട്ടുള്ള അരുൺ യോഗിരാജാണ്. രാംലല്ലയുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അരുൺ യോഗിരാജാണ്, കർണാടക സ്വദേശിയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശില്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രകാന്ത് സോംപുരയാണ്. ഉദ്ഘാടനം ചെയ്തതെന്ന 2024 ജനുവരി 22-ന് ആരാ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനി സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് വയനാട്. സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് ഇത് വയനാട്. ഇനി ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI ആപ്ലിക്കേഷനാണ് അനുവാദിനി. ആപ്ലിക്കേഷനാണ് ഇത് അനുവാദിനി. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷനാണ് ഇത് അനുവാദിനി. ഈ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയാണ് കെ വാക്ക്. നമ്മൾ പ്രഥമ ഉച്ചകോടി നടന്നത് എവിടെയായിരുന്നു? തിരുവനന്തപുരം കാര്യവട്ട് കോംപ്ലക്സിലാണ് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയാണ് ഇത് കെ വാക്ക് എന്ന് പറയുന്നത്. ഇനി കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച വാക്സിനാണ് ഹെവി ഷുവർ കേട്ടോ. ഹെവി ഷുവർ. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച വാക്സിനാണ് ഇത് ഹെവി ഷുവർ. ഇനി സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള കലാമണ്ഡലം കേട്ടോ. കേരള കലാമണ്ഡലം. സംസ്ഥാന സർക്കാർ എന്തായിട്ട് സാംസ്കാരിക സർവകലാശാലയായിട്ട് മാറ്റാൻ പോകുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാ? കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലം. ഇനി ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ജാംനഗറിലാണ് കേട്ടോ. ഗുജറാത്തിലെ ജാംനഗറിൽ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. ഇനി സാമൂഹിക പരിഷ്കർത്താവായ ബസവണ്ണയെ സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കർണാടക. സാമൂഹിക പരിഷ്കർത്താവായ ബസവണ്ണയെ സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനമാണിത് നമ്മുടെ അയൽ സംസ്ഥാനമായ കേരളം. ആര്യ? ബസവണ്ണയെ എന്തായിട്ടാ? സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിച്ചു. ആര്? കർണാടക. ഇനി മനുഷ്യർ, മൃഗങ്ങൾ
എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് ഏകാരോഗ്യം പദ്ധതി. ഇത് രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പാക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. കേരളത്തിലാണ് ഈ പദ്ധതി ആദ്യമായിട്ട് നടപ്പാക്കുന്നത്. അപ്പോൾ മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് ഏകാരോഗ്യം പദ്ധതി. ഇത് രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പാക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. 2024 ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ശക്തമായ ഇന്ത്യയിലെ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ റിലയൻസിൻ്റെ ജിയോയാണ് കേട്ടോ. ജിയോയാണ് 2024 ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ശക്തമായ ഇന്ത്യയിലെ ബ്രാൻഡാണ് ഇത് റിലയൻസ് ജിയോ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പോളോ ക്യാൻസർ സെൻറ്റർ ബംഗളൂരു ആണ് കേട്ടോ. ബംഗളൂരു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ദ സ്റ്റഡി ഓഫ് ക്യാൻസർ ആണ് എന്ത് ഓങ്കോളജി എന്ന് പറയുന്നത് അല്ലേ. ഇതിന് സെൻറ്റർ നിലവിൽ വരുന്നതാണ് ഇവിടെ അപ്പോളോ ക്യാൻസർ സെൻറ്റർ എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഇനി 2024 ജനുവരിയിൽ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഡോക്ടർ BR അംബേദ്കറുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് കേട്ടോ. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് നമ്മുടെ അംബേദ്കറുടെ പ്രതിമയുടെ പേരെന്ന് പറയുന്നത്. ആകെ ഉയരം ചോദിക്കാറുണ്ട് 206 അടിയാണ് കേട്ടോ. 206 അടിയാണ്. അപ്പോൾ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ പ്രതിമ ആരുടേത്? അംബേദ്കറിൻ്റെ പ്രതിമ നിലവിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൻ്റെ പേരെന്താ? സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ് കേട്ടോ. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഇനി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോസസ്സറാണ് കൈരളി കേട്ടോ. കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോസസ്സറാണ് ഇത് കൈരളി. ഇനി തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഇത് കേരളം. ഇനി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പേരിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം നിലവിൽ വരുന്ന സ്ഥലമാണ് പൊന്നാനി, മലപ്പുറം കേട്ടോ. മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പേരിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം, അറബി ഭാഷ സാംസ്കാരിക പഠന കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ്. ഇനി മലയാള സിനിമയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാ? JC ഡാനിയലാണ് അല്ലേ. JC ഡാനിയലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓപ്പൺ എയർ ഓഡിറ്റോറിയം വരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ കേട്ടോ. നെയ്യാറ്റിൻകര. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിലാണ്. അടുത്തത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായിട്ട് സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ് എന്ന് പറയുന്നത് കേട്ടോ. സേവാസ് എന്താ? സേവാസ് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായിട്ട് സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് സേവാസ്. സേവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇമേജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ടാണ് കേട്ടോ. സെൽഫ് ഇമേജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ട് എന്നുള്ളതാണ്. ഇനി 2024 ജനുവരിയിൽ ഏറ്റവും പഴക്കമേറിയതും ദൂരെയുള്ളതുമായ തമോഗർത്തം കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് കേട്ടോ. ജെയിംസ് വെബ് എന്ന് പറയുന്നത് 2024 ജനുവരിയിൽ ഏറ്റവും പഴക്കമേറിയതും ദൂരെയുള്ളതുമായിട്ടുള്ള തമോഗർത്തം കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ഇത് ജെയിംസ് വെബ് എന്ന് പറയുന്നത്. കണ്ടെത്തിയത് കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക സംഘമാണ് ഈ ബ്ലാക്ക് ഹോൾ കണ്ടെത്തിയെന്ന കാര്യം ഓർത്തു നോക്കാം. ഇനി ലോക സാമ്പത്തിക ഫോറം 2024 വാർഷിക സമ്മേളനത്തിൻ്റെ പ്രമേയമാണ് വിശ്വാസം പുനർനിർമ്മിക്കുക. നമുക്കൊരു സ്ഥിരം വേദി എവിടെയാണ്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ. അത് എല്ലാ വർഷവും അവിടെ വെച്ച് തന്നെ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ലോക സാമ്പത്തിക ഫോറം 2024 വാർഷിക സമ്മേളനത്തിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പുനർനിർമ്മിക്കുക
നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൽ വഹാബ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകനാണ് ആര്? ഹിഷാം അബ്ദുൽ വഹാബ്. ഇനി 35 വർഷത്തിന് ശേഷം ഗ്രാൻഡ് സ്ലാം സിംഗിൾസിൽ ഒരു സീഡഡ് താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് സുമിത് നാഗൽ. 35 വർഷത്തിന് ശേഷം ഗ്രാൻഡ് സ്ലാം സിംഗിൾസിൽ ഒരു സീഡഡ് താരത്തെ, അതായത് വ്യക്തമായ റാങ്കുള്ള ഒരു താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി ആരാ? സുമിത് നാഗലാണ് കേട്ടോ. ഗ്രാൻഡ് സ്ലാം എന്തുമായി ബന്ധപ്പെട്ടതാ? ടെന്നീസുമായി ബന്ധപ്പെട്ടാണ് ഈ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയായിട്ട് മാറിയത് നമ്മുടെ കൊട്ടാരക്കര നഗരസഭയാണ് കേട്ടോ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരസഭയായിട്ട് മാറിയത് ഏതാ? കൊട്ടാരക്കര നഗരസഭയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര നഗരസഭയാണ്. ഇനി നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദരിദ്രരുള്ള സംസ്ഥാനം ഏതാ? കേരളമാണ്. വേറൊരു ഫാക്ട് ഉള്ളത്, കഴിഞ്ഞ 9 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ദരിദ്രമുക്തി നേടിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ദരിദ്രമുക്തി നേടിയ സംസ്ഥാനമാണ് ഇത്, ഉത്തർപ്രദേശ്. ഇനി 2023-24 അധ്യയന വർഷം മുതൽ പോക്സോ നിയമം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാ? അതും നമ്മുടെ കേരളമാണ് കേട്ടോ. 2023-24 അധ്യയന വർഷത്തിൽ പോക്സോ നിയമം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഇത്, കേരളം. ഇനി ഭരണഘടനയുടെ ആമുഖവും പുസ്തകങ്ങളിൽ നിന്നുണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള തൊഴിൽ വിദ്യാഭ്യാസവും എന്തുണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ പോക്സോ നിയമം 2023-24 അധ്യയന വർഷം മുതൽ പോക്സോ നിയമം, അതുപോലെ ഭരണഘടനയുടെ ആമുഖം, അതുപോലെ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് തൊഴിൽ വിദ്യാഭ്യാസവും ഉൾപ്പെടുത്തുന്നത് സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. 2024 ഫെബ്രുവരിയിൽ നടന്ന പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചാൽ അത് ഹൃത്തിക് റോഷൻ ആണ് കേട്ടോ. 2024 ഫെബ്രുവരിയിൽ നടന്ന പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? ഹൃത്തിക് റോഷനാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലമാണ് വർക്കല. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലമാണിത്, വർക്കല. ഇനി 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് വേദിയായ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സന്തോഷ് ട്രോഫിക്ക് അരുണാചൽ പ്രദേശ് ഹോസ്റ്റ് ചെയ്യുന്നത് 2024 കേട്ടോ. അപ്പോൾ 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയായ സംസ്ഥാനമാണിത്, അരുണാചൽ പ്രദേശ്. ഇനി മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികം ആഘോഷിച്ചത് എന്നാന്ന് വെച്ചാൽ 2024 ജനുവരി 16 മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികം ആചരിച്ചതെന്ന 2024 ജനുവരി 16 മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികം ആഘോഷിക്കുന്നത് 2024 ജനുവരി 16 ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ് വരുന്നത്? പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയാണ്. ഇനി ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാ? ഗുജറാത്ത്. 2023 മികച്ച ഫുട്ബോളർക്കുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയതാര ലയണൽ മെസ്സിയാണ് കേട്ടോ. 8ാം തവണയാണ് ലയണൽ മെസ്സി അവാർഡ് നേടുന്നത്. അപ്പോൾ 2023 മികച്ച ഫുട്ബോളർക്കുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയതാര ലയണൽ മെസ്സിയാണ്. 8ാം തവണയാണ് ആര് നേടുന്നത്? മെസ്സി നേടുന്നത്. ഇനി ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലമാണ് ഉഗാണ്ട കേട്ടോ. ഉഗാണ്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇത്, ഉഗാണ്ട. ഇനി 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലമാണ് തോന്നക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക്, തിരുവനന്തപുരം. 2024 ഗ്ലോബൽ
സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന എവിടെയാ? തോന്നക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരമാണ്. ഇനി വാഹനാപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് നിശ്ചിത തുക പാരിതോഷികം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് സോഫ്റ്റ് സേവ്. വാഹനാപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് നിശ്ചിത തുക പാരിതോഷികമായിട്ട് നൽകുന്ന കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് സോഫ്റ്റും സേവും കേട്ടോ. സോഫ്റ്റ് വേറെയാണ്, സേവ് വേറെയാണ്. ഇനി അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഇത് സോഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി സേവ് എന്ന് പറഞ്ഞാലോ അത് അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് സേവ് എന്ന് പറയുന്നത്. അപ്പോൾ വാഹനാപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് നിശ്ചിത തുക പാരിതോഷികം നൽകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് സോഫ്റ്റ് സേവ് എന്ന് പറയുന്നത്. സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഇത് സോഫ്റ്റ് എന്ന് പറയുന്നത്. അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഇത് സേവ് എന്നും പറയുന്നത്. ഇനി കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമയാണ് ഇത് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കേട്ടോ. ഗ്രാമവൃക്ഷത്തിലെ കുയില് കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമയാണ് ഇത് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇതിന്റെ സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ KP കുമാരനാണ് കേട്ടോ. KP കുമാരനാണ്. അപ്പോൾ കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് നിർമ്മിക്കുന്ന സിനിമയാണ് ഇത് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇതിന്റെ സംവിധായകൻ KP കുമാരനാണ്. ഇനി ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഇത് ഒഡീഷ. ഇനി കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം ഏതാന്ന് ചോദിച്ചാൽ ഫറോക്ക് പാലമാണ്. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലമാണ് ഇത് ഫറോക്ക് പാലം. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം ഫറോക്ക് പാലം. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്വഡോർ. 2024 ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇത് ഇക്വഡോർ. ഇനി 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമാണ് ഖത്തർ. 2023 AFC ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഖത്തറാണ്. ഇനി മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഹോസ്പിറ്റലാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് ഇത് മുസ്കാൻ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റലാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ മുസ്കാൻ അവാർഡ് എന്തിനു കൊടുക്കുന്നതാ? മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്കാണ്. ഇനി നൈട്രജൻ വാതകം ഉപയോഗിച്ചിട്ട് വധശിക്ഷക്ക് അനുമതി നൽകിയ രാജ്യമാണ് അമേരിക്ക. നൈട്രജൻ വാതകം ഉപയോഗിച്ചുകൊണ്ട് വധശിക്ഷക്ക് ഈയിടെ അനുമതി നൽകിയ രാജ്യം ഏതാന്ന് വെച്ചാൽ അമേരിക്കയാണ്. ഇനി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ PN ഗോപികൃഷ്ണനാണ് കേട്ടോ. PN ഗോപികൃഷ്ണൻ അല്ലേ. ഓടക്കുഴൽ വായിക്കുന്നത് ആരാ? കൃഷ്ണനാണല്ലേ. അപ്പോൾ ഓർത്തു വെക്കാൻ സുഖമല്ലേ. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാ? PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിത സമാഹാരത്തിനാണ് ഏത് കിട്ടുന്നത്? ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിത കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ആർക്ക് കിട്ടുന്നത്? PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഇനി 2022 ഓടക്കുഴൽ അവാർഡ് ആർക്കാന്ന് വെച്ചാൽ അംബികാസുധൻ മാങ്ങാടിനാണ്. 2021 ആർക്കാ? സാറ ജോസഫിനുമാണ്. ഇനി നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ് കേട്ടോ. ഈയിടെ പുറത്തിറങ്ങിയതാണ് നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥ ഇന്ദ്രധനുസ് എന്നുള്ളതാണ്. ഇനി കേരളം ആതിഥ്യം വഹിക്കുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദി എവിടെയാന്ന് വെച്ചാൽ കുഫോസ് അറിയാലോ നമുക്ക്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കൊച്ചിയിലാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്ന വേദി എന്ന് പറയുന്നത്. കേരളം ആതിഥ്യം വഹിക്കുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന്റെ വേദിയാണ് ഇത് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കൊച്ചി അല്ലെങ്കിൽ കുഫോസ് എന്ന് പറയില്ലേ. കുഫോസിന്റെ ആസ്ഥാനം എവിടെയാ? പനങ്ങാടാണ് അല്ലെ. കൊച്ചിയിലെ പനങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കുഫോസിന്റെ ആസ്ഥാനം.
ഇനി ഇന്ത്യയിൽ ക്യാമ്പ് ആരംഭിച്ച ആദ്യത്തെ വിദേശ സർവകലാശാല, ക്യാമ്പല്ല ക്യാമ്പസ്, ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ്, വിദേശ സർവകലാശാല ക്യാമ്പസ് ആരംഭിച്ച യൂണിവേഴ്സിറ്റിയാണ് ഡീക്കൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യത്തെ വിദേശ സർവകലാശാലയാണ് ഇത്, ഡീക്കൻസ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ. ഇനി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരള പദ്ധതിയാണ് ഇത്, ഓർമ്മത്തോണി. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ഇത്, ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ. ഇനി വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാനും വേണ്ടിയിട്ട് ഒരു റോബോട്ടിനെ നിയമിച്ചു കേരളത്തിലെ ഒരു പഞ്ചായത്ത്. ഏതാ പഞ്ചായത്ത്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ജില്ലയിലാണ്. ഇനി ആ റോബോട്ടിനൊരു പേരുണ്ട്, എന്താ? എലീനയാണ് കേട്ടോ. എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ റോബോട്ടിന്റെ പേരെന്താ? എലീന എന്നാണ്. ഇനി 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. എന്താ വിക്ഷേപിച്ചത്? ഐൻസ്റ്റീൻ പ്രോബ് എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ഏത് രാജ്യം? ചൈനയാണ്. അപ്പോൾ 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ഇത്, ചൈന. ഇനി 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ദീപ്തി ശർമ്മ. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? ദീപ്തി ശർമ്മ. ഇനി ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമായിട്ട് മാറിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ. അങ്ങനെയാണ് ഒന്നാം സ്ഥാനം ആർക്കാ? അത് അമേരിക്കക്കാണ് കേട്ടോ. ഒന്നാം സ്ഥാനം ആരാ? അമേരിക്കയാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ഒന്നാം സ്ഥാനത്ത് അമേരിക്ക, രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ്, മൂന്നാം സ്ഥാനത്താണ് എന്ത്? ചൈന. എന്തിലാ? ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാ? അമേരിക്കയാണ്, രണ്ടാമത് ഇന്ത്യയാണ്, 3 ചൈനയാണ്. ഇനി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡ് ജേതാവ് ആരാന്ന് വെച്ചാൽ ഇ സന്തോഷ് കുമാർ ആണ് കേട്ടോ. ഇ സന്തോഷ് കുമാർ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡ് ജേതാവ് ആരാ? ഇ സന്തോഷ് കുമാറാണ്. ഇനി 2024 ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസ് കേട്ടോ. PK വീരമണിദാസ്. നമ്മൾ കേരള സർക്കാർ നൽകുന്നതാണ് ഇത് ഹരിവരാസന പുരസ്കാരം അല്ലേ. ആദ്യമായിട്ട് ലഭിച്ചതാർക്ക് ഹരിവരാസന പുരസ്കാരം? നമ്മുടെ KJ യേശുദാസിനാണ് ഇത് ഹരിവരാസന പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് 2024 ഹരിവരാസന പുരസ്കാരം നേടിയതാരാ? തമിഴ് പിന്നണി ഗായകനായിട്ടുള്ള PK വീരമണിദാസ് ആണ്. ഇനി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ നടത്തിയ പഞ്ചായത്താണ് ഇത്? മലയിൻകീഴ് കേട്ടോ. മലയിൻകീഴ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ നടത്തിയ പഞ്ചായത്താണ് ഇത്? മലയിൻകീഴ്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ COP29 കേട്ടോ. COP29 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അസർബൈജാൻ കേട്ടോ. അസർബൈജാനാണ്. നമുക്ക് 28 എവിടെയായിരുന്നു? ദുബായിൽ. ഈ അടുത്ത് കഴിഞ്ഞതാണ്. ഈ COP28 എവിടെയായിരുന്നു? ദുബായിലാണ്. അപ്പോൾ 29 നടക്കാൻ പോകുന്നത് എവിടെയാ? അത് അസർബൈജാനാണ്. ഇനി COP30 നടക്കുന്നത് എവിടെയാ? ബ്രസീലിലുമാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ COP29 എവിടെയാ? അസർബൈജാൻ. COP28 ദുബായ്. COP30 ബ്രസീൽ. ഇനി 17ാം ലോക്സഭയിലെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിലുള്ള സെൻസസ് മഹാരത്ന പുരസ്കാരം നേടിയ കേരളത്തിലെ MP ആണ് NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രൻ. സെൻസസ് അല്ല, സൻസദ് മഹാരത്നയാണ്. സെൻസസ് അല്ല, സൻസദ് മഹാരത്ന. ടൈപ്പിങ്ങിലൊന്ന് മിസ്റ്റേക്കാണ്. സൻസദ് മഹാരത്ന പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള MP ആണ് ആര്? NK പ്രേമചന്ദ്രൻ. ഇനി കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിപ്പോർട്ടിന്റെ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ പ്രതീക്ഷിത GDP എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7.3% കേട്ടോ. 7.3%. കേരള
കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന്റെ റിപ്പോർട്ട് പ്രകാരം നടത്തുന്ന നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ പ്രതീക്ഷിക്കുന്ന GDP വളർച്ചാ നിരക്ക് എത്രയാണെന്ന് വെച്ചാൽ 7.3%. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ GDP എത്രയാണെന്ന് വെച്ചാൽ അത് 7.2% ആയിരുന്നു. നമ്മൾ നടപ്പ് സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് 7.3% ആണ്. ഇനി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് 5ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഷെയ്ഖ് ഹസീന കേട്ടോ. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് 5ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഷെയ്ഖ് ഹസീന. ഇവരുടെ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ അവാമി ലീഗ് ആണ് കേട്ടോ. അവാമി ലീഗ്. നമ്മുടെ അയൽരാജ്യങ്ങളുടെ പ്രസിഡന്റൊക്കെ പഠിച്ചു വെക്കണം നമ്മൾ. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് 5ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടതാരാ? ഷെയ്ഖ് ഹസീനയാണ്. പാർട്ടി ഏതാ? അവാമി ലീഗാണ്. ഇനി കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയ വ്യോമസേനയുടെ ആദ്യത്തെ വിമാനമാണ് C-30J സൂപ്പർ ഹെർക്കുലീസ്. കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയ വ്യോമസേനയുടെ ആദ്യത്തെ വിമാനം ഏതാണെന്ന് വെച്ചാൽ അത് C-130J സൂപ്പർ ഹെർക്കുലീസ് എന്നുള്ളതാണ്. ഇനി ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് സുസ്മി ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിന കാന്തി കേട്ടോ. നളിന കാന്തി. ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് സുസ്മി ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് ഇത്, നളിന കാന്തി. ഇനി വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാ? അത് ശശി തരൂറാണ് കേട്ടോ. ശശി തരൂർ. ഏതാ പുസ്തകം? വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് കേട്ടോ. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാര? ശശി തരൂറാണ്. ഇനി UAEയുടെ യുവജനകാര്യ മന്ത്രിയായിട്ട് ചുമതലയേറ്റ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. ഏതിൻ്റെ? UAEയുടെ യുവജനകാര്യ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാ? ബഹിരാകാശ സഞ്ചാരിയായിട്ട് അല്ലെ, അറബ് വംശത്തെ ആദ്യത്തെ സഞ്ചാരിയാണ് ആര്? സുൽത്താൻ അൽ നയാദി. ഇവരാണ് UAEയുടെ നിലവിലെ യുവജനകാര്യ മന്ത്രിയായിട്ട് ചുമതലയേറ്റത്. ഇനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ CEO ആരാന്ന് ചോദിച്ചാൽ രഘുറാം അയ്യർ ആണ് കേട്ടോ. രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ CEO ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? രഘുറാം അയ്യർ. ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ അത് PT ഉഷയാണ് കേട്ടോ. PT ഉഷയാണ്. CEO ആരാ? രഘുറാം അയ്യർ. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ആരാ? അത് PT ഉഷയാണ്. ഇനി 2024 പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് USA-യും വെസ്റ്റ് ഇൻഡീസും കേട്ടോ. 2024 വരുന്നാൻ പോകുന്ന ജൂൺ മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. 2024 പുരുഷ 2020 ക്രിക്കറ്റിന് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും. ഇനി ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതനാകുന്ന വ്യക്തിയാണ് സെന്തിൽ പാണ്ഡ്യൻ കേട്ടോ. ലോക വ്യാപാര സംഘടന WTO-യിൽ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതനാകുന്ന വ്യക്തിയാണ് ആര്? സെന്തിൽ പാണ്ഡ്യൻ. ഇനി ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂരിന്റെ ഗ്ലോബൽ അംബാസിഡറായിട്ട് നിയമിതനായ വ്യക്തിയാണ് ജിതേഷ് ജി കേട്ടോ. ജിതേഷ് ജി. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂരിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായ വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാ? ജിതേഷ് ജി ആണ്. ഇനി ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഇത്, ഓപ്പറേഷൻ അമൃത്. ഇനി ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് 525 രൂപയുടെ നാണയം രാജ്യത്ത് ആദ്യമായിട്ട് പുറത്തിറക്കിയത്? ആരതാ? രജപുത്ര രാജകുമാരിയായിട്ടുള്ള മീരാബായിയുടെ 525ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു 525 രൂപയുടെ നാണയം പുറത്തിറക്കുന്നത്. ആരോ ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ട രജപുത്ര രാജകുമാരി മീരാബായിയുടെ 525ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. ഇനി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ അവസാനിച്ച അന്താരാഷ്ട്ര
ടെസ്റ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാന്ന് ചോദിച്ചാൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടന്ന മത്സരമാണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ അവസാനിച്ച അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാന്ന് ചോദിച്ചാൽ ഏതാ? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. ഇനി പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് നിലവിൽ വരുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശ്. പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ദബാരി കുരുവി. ദബാരി കുരുവി. ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സിനിമയാണ് ഇത്, ദബാരി കുരുവി. ഇനി 2024 നടന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ ജില്ലയാണ് വയനാട്. 2024 നടന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ ജില്ലയാണ് ഇത്, വയനാട്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുടിവെള്ള ബ്രാൻഡാണ് ഹില്ലി അക്വ കേട്ടോ. ഹില്ലി അക്വ. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുടിവെള്ള ബ്രാൻഡാണ് ഇത്, ഹില്ലി അക്വ എന്ന് പറയുന്നത്. ഇനി ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച അൺടിൽ ഓഗസ്റ്റ് ആരുടെ നോവലാന്ന് ചോദിച്ചാൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ആണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്. ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച അൺടിൽ ഓഗസ്റ്റ് ആരുടെ നോവല? ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ആണ്. ഇനി നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് 2024 തടി കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് കേട്ടോ. ലിഗ്നോസാറ്റ് ആണ്. ലിഗ്നോസാറ്റ് ആണ് കേട്ടോ. ലിഗ്നോസാറ്റ് അല്ല, ലിഗ്നോസാറ്റ് ആണ്. ഇനി നാസയും എന്നുള്ളത് നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള ജാക്സയും ചേർന്നിട്ട് 2024 തടി കൊണ്ട് നിർമ്മിക്കുന്ന കേട്ടോ, വുഡ് കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ലിഗ്നോസാറ്റ് ആണ് കേട്ടോ. ലിഗ്നോസാറ്റ്. ഇനി 2024 MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് പ്രൊഫസർ BR കമ്പോജ്. പ്രൊഫസർ BR കമ്പോജ് 2024 MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയതാരാ? പ്രൊഫസർ BR കമ്പോജ് ആണ്. ഇനി ഗുസ്തി താരം KD യാദവിന്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കേട്ടോ. മഹാരാഷ്ട്ര. അദ്ദേഹത്തിന്റെ ജന്മദിനം ജനുവരി 15 ആണ് കേട്ടോ. ജനുവരി 15. അപ്പോൾ ഗുസ്തി താരം KD യാദവിന്റെ ജന്മദിനം ജനുവരി 15 സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്രയാണ്. ഇനി ഫിഷറീസ് വകുപ്പിന്റെ പ്രഥമ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിൽ വരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആഴക്കുളം. ഫിഷറീസ് വകുപ്പിന്റെ പ്രഥമ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് എവിടെയാ? ആഴക്കുളമാണ്. എവിടെയാ? തിരുവനന്തപുരം ജില്ലയിൽ. ഇനി കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായിട്ടുള്ള കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാണ് കേട്ടോ. VS അച്യുതാനന്ദനാണ്. കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായിട്ടുള്ള കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാ? VS അച്യുതാനന്ദനാണ്. ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തുള്ള അവഗണനയും എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാ? കാനം രാജേന്ദ്രൻ കേട്ടോ. അദ്ദേഹം അന്തരിച്ചു പോയി അല്ലേ. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിന്റെ രചയിതാവാര? കാനം രാജേന്ദ്രനാണ്. ഇനി കൂടുതൽ പേര് ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. കൂടുതൽ പേര് ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനമാണിത്, ഗുജറാത്ത്. ഇനി ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഒരു സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഇനി 2024 ജനുവരിയിൽ ശക്തമായ ഭൂചലനമുണ്ടായ ഏഷ്യൻ രാജ്യമാണ് ജപ്പാന്. 2024 ജനുവരിയിൽ ശക്തമായ ഭൂചലനമുണ്ടായ ഏഷ്യൻ രാജ്യം ഏതാ? ജപ്പാനാണ്.